ഇന്ന് നമുക്കേ നല്ല ഫ്രഷ് അയല കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിനെ ഒന്ന് പീര വെക്കാം. എങ്ങനെയാണെന്ന് നോക്കാം, വായോ. ഈ നാട്ടിലോട്ടേ എല്ലാവരും മുളക് വെള്ളമാണ്. ഇവിടെ പീര വളരെ കുറവാണ്. ഇത് കോട്ടയം ആ തെക്കോട്ട് സൈഡിലോട്ടാണ്. വലിയ കഷ്ണമീനാണെങ്കിൽ പോലും പീര വെക്കുവേ. ഇവിടെ ആരും വെക്കത്തില്ല, പക്ഷെ ഞാൻ ഇടയ്ക്ക് വെച്ച് കൂട്ടാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആ ചങ്ങനാശ്ശേരിയുടെ ആ ഒരു രീതി. അപ്പൊ ഇന്ന് നമുക്ക് മാങ്ങയിട്ട് മീൻ പീര വെക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ അയലയൊക്കെ ഒന്ന് നന്നായിട്ട് വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം കേട്ടോ. നമ്മുടെ മീനൊക്കെ ദാണ്ടതേ കണ്ടോ, കഴുകി ഞുറുക്കി കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനകത്ത് ഇടുന്നത് മാങ്ങയാണേ. ഒരു പൊളപ്പ് മാങ്ങ എടുത്തിട്ടുണ്ട്. അത് ആ പുളിയുടെ നോക്കിയിട്ട് നമുക്ക് ഇടാം. പിന്നെ ഒരു കുഞ്ഞു മുരിങ്ങക്കായും കൂടെ എടുത്തിട്ടുണ്ട്. നല്ല രസമാണ്. ഇടയ്ക്ക് മുരിങ്ങക്കായൊക്കെ ഒന്ന് നമുക്ക് കടിക്കുന്നത് നല്ലതല്ലേ. പിന്നെ അരയ്ക്കാനുള്ള സാധനങ്ങൾ കാന്താരി മുളക്, അത് ആവശ്യത്തിന് എടുത്തോ കേട്ടോ. ഞാൻ കാന്താരി മുളക് നല്ലപോലെ എടുത്തിട്ടുണ്ട്. ഇച്ചിരി എരിവൊക്കെ വേണം. ഇച്ചിരി കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ചെറിയുള്ളി, ഒരു 5-6 ചെറിയുള്ളി, ഒരു മുറി തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഇതെല്ലാം കൂടെ ഒന്ന് ഒതുക്കി എടുത്തുകൊണ്ട് വരാവേ. എന്നിട്ട് വേണം നമുക്ക് പീര റെഡിയാക്കാം. തേങ്ങയൊക്കെ നമ്മൾ ഒതുക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു മൺചട്ടിയിലോട്ട് ഇടുക. കുറച്ച് മാങ്ങ ഇടാവേ. നല്ല പുളിയുള്ള മാങ്ങ ആവശ്യത്തിന് ഇട്ടാൽ മതി. കുറച്ച് മുരിങ്ങയ്ക്ക, നമ്മുടെ മീൻ കഷ്ണങ്ങൾ, ഒരിത്തിരി വെള്ളവേ, അരപ്പ് കഴുകിയ, പാകത്തിന് ഉപ്പ്, കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടണേ. മിക്സ് ചെയ്യണം. കുറച്ചൊരു വെള്ളം കൂടെ ഒഴിച്ചു. ഇതിനകത്തുനിന്നെല്ലാം വെള്ളം ഇറങ്ങും കേട്ടോ. സ്റ്റൗ ഒക്കെ ഒന്ന് ഓൺ ചെയ്യാം. ചെറു തീയിൽ മൂടി വെച്ച് അങ്ങ് വെന്തോട്ടെ. നമ്മുടെ മീൻ പീര ഒന്ന് തുറന്നു നോക്കണ്ടേ. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ചുറ്റിച്ചൊക്കെ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, മീനൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. മാങ്ങയും വെന്തു, മുരിങ്ങക്കായും വെന്തു. ഇനിയുള്ള പരിപാടി എന്നാന്നറിയോ, ഇച്ചിരി പച്ച കറിവേപ്പില ഇടുക. കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണ. ഇത്രയേ ഉള്ളൂ പരിപാടിയേ. ഇനി നമുക്ക് ഒന്നും കൂടെ അങ്ങ് മൂടി വയ്ക്കാം. സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഇത്ര പരിപാടിയേ ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളിയൊരു മീനും അയലയും മുരിങ്ങയ്ക്കായും മാങ്ങയും കൂടെ പീര. കറിവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് 2 മിനിറ്റ് അവിടെ ഇരുന്നു. പിന്നെ നമുക്കൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും, എന്നാലും നല്ലതല്ലേ. എപ്പോഴും ഉണ്ടാക്കിയാലും ഈ ഒരു മീൻ പീര ഉണ്ടെങ്കിൽ മാത്രം മതി അല്ലേ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കപ്പ പുഴുങ്ങി തിന്നത്തില്ലേ, ചെണ്ടങ്കപ്പ പുഴുങ്ങി തിന്നത്തില്ലേ, അതിൻ്റെ കൂടെ നല്ലതാ, ചോറിൻ്റെ കൂടെ നല്ലതാ. ഞാൻ കപ്പയ്ക്ക് എപ്പോഴും കഴിക്കുവേ. നമുക്ക് കണ്ടോ, ഉപ്പും പുളിയും എല്ലാം പാകാം. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.